ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി മാമയുടെയാണ്. അപ്പോൾ മാമയുടെയും അമ്മായിയുടെയും വീട്ടിലാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇവിടെ അമ്മായിയുടെ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ബിരിയാണി ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ മാമയുടെ നല്ല ഹോട്ടൽ ബിരിയാണി, മാമ നല്ല അടിപൊളി ഷെഫാണ്. അപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിലൂടെ ഞാൻ ചെറിയൊരു റെസിപ്പിയും പറഞ്ഞുതരാം, അതുപോലെ തന്നെ കുറച്ച് സീക്രട്സും കൂടെ പറഞ്ഞുതരാം കേട്ടോ, ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളുടെയൊക്കെ. അപ്പോൾ ഇതവിടെ ഒരു പാക്കറ്റ് തൈര് ചേർക്കുന്നുണ്ട്. ഈ തൈരിന് പുളി കുറവായത് കാരണം ഒരു അരമുറി നാരങ്ങ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബിരിയാണി കഥ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അരമുറി നാരങ്ങ ഇതാക്കിയത് തൈരിന് പുളിയില്ലാത്ത കാരണം അരമുറി നാരങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അടുത്തോളൂ. ഇവിടെ ഇതാ ചിക്കനിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിച്ചപ്പ് ഇതൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്നിവിടെ കുറേ ആളുകളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇവിടെ ഇതൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയും നമുക്കിവിടെ ആദ്യം ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അടുക്കളയുടെ പുറത്ത് ഒരു ഗ്യാസ് സ്റ്റവ് വലുതുണ്ട്. അത് വെച്ചിട്ട് അതിലേക്ക് ഗ്യാസ് കണക്ട് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാമറയും കൊണ്ട് ആ വഴി ഒന്ന് പോയി നോക്കാം. മസാല ഇതിലാണ് ഉണ്ടാക്കുന്നത്. അത് കിലോ ഉള്ളിയാ? 2 കിലോ ഉള്ളിയില്ലേ? മസാലയ്ക്ക് മാത്രം. ഇത് മാമ ഉണ്ടാക്കിയ കയ്യില വാങ്ങിയത് തന്നെയാ? നല്ലോണം മസാല വേണമെങ്കിൽ ഉള്ളി അത്യാവശ്യം വേണമല്ലേ, അപ്പോൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വരും. അതേപോലെ എത്ര തക്കാളി എടുത്ത്? 2 കിലോ തക്കാളി എടുത്തുണ്ട്. ശരി, നല്ല മസാല ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് പുതിയൊരു സാധനം പരിചയപ്പെടുത്തി തരാം. ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ബിരിയാണിയുടെ സ്മെല്ല് നല്ല പോലെ വരാറില്ലേ, അതിനൊരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് ഞാൻ കാണിച്ചു തരാം. ബിരിയാണിയുടെ സ്മെല്ല് കിട്ടുന്ന എസൻസ് ആണ് കേട്ടോ ഇത്. ഇതിലെ 1 ടീസ്പൂൺ എസൻസ് ഒഴിച്ചാൽ നമുക്ക് ബിരിയാണിയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബിരിയാണി എസൻസില്. ഇനി വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്യുന്ന ഇല കണ്ടോ, അതിന് ഞങ്ങൾ പറയുന്ന പേര് രമ്പ എന്നാണ്. ഇത് നമ്മളിതാ വീട്ടിൽ ഇതുപോലെ നമ്മൾ വളർത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിനും നല്ല ബിരിയാണിയുടെ സ്മെല്ലാണ്. നമ്മുടെ ചോറിലേക്കും അതുപോലെ തന്നെ ബിരിയാണി ചിക്കനിലേക്കൊക്കെ ആഡ് ചെയ്താൽ നല്ല ബിരിയാണിയുടെ സ്മെല്ല് കിട്ടും. അപ്പോൾ അതിതാ ഇവിടെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാനിവിടെ ഉണ്ട്. ഓ, ഉള്ളി തക്കാളി വാട്ടി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ചിക്കൻ നമ്മുടെ സ്റ്റൗവിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതൊരു പഴയ സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം പണ്ട് എങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കിയിരുന്നത് എന്ന് വെച്ചാൽ അതുപോലെയാണ് എല്ലാം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്.
2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഗരം മസാല എത്ര ഇട്ട്? 1 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂണ്. ഇറക്കാൻ നല്ല പണിയാവുമോ? നല്ല മണം വരുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ. ശരി, ആ ഇലേന്റെ മണം. മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂണാ? ടീസ്പൂൺ മതിയല്ലേ? അല്ല, ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് മല്ലിയില്ലേ? മല്ലി എത്ര ഇട്ട്? 4 ടേബിൾ സ്പൂൺ. 4 ടേബിൾ സ്പൂൺ മല്ലി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകിന്റെ പേസ്റ്റും. ഇഞ്ചി വെളുത്തുള്ളിക്ക് എത്ര എടുത്ത്? 250 എടുക്കണ്ടോ? അത്രയൊന്നും വേണ്ട. 150 ഇഞ്ചി, 150 വെളുത്തുള്ളി. പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 1 കിലോയ്ക്ക് 6 പച്ചമുളക് മതി. ഓ, അതാണ് കണക്ക്. 1 കിലോ ഇറച്ചിക്ക് 6 പച്ചമുളക് ഇട്ടാൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അത്യാവശ്യം അല്ല, മീഡിയം എരിവുണ്ടാവും. മീഡിയം. ഈ മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ അല്ലേ? പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കും. ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കനിലേക്ക് മസാലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുക്കായി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ്. ഇതെന്താണെന്നറിയോ? ഇത് കശുമാങ്ങയാണ് കേട്ടോ. കശുമാങ്ങയിൽ വെറുതെ ഉപ്പ് പുരട്ടി വെച്ചതാണ്. ഈ കശുമാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നതാണ് കേട്ടോ അത്. ഇതിലെന്തൊക്കെയാട്ടോ മാമേ? ഇതാരാ ഉണ്ടാക്കിയാള്? നിങ്ങളെ പ്രൊഡക്റ്റ് അല്ല അമ്മായി? ഇതിലെന്തൊക്കെയാ അമ്മായി ഇട്ടിക്കണ? ഈ പറങ്കിയൻ സുർക്കട്ടുണ്ടോ? വേറെ ഉപ്പ് മാത്രം? മാങ്ങയുണ്ടോ അതിലില്ല? കശുവണ്ടി അല്ലേ? മറ്റേ എന്തായിരുന്നു? കശുമാങ്ങ. മഞ്ഞ കളർ മാറ്റി ചുവപ്പ് കളർ ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ടിട്ട് അതിനൊന്ന് ആ മഞ്ഞ കളറ് മാറി അതിലെ ഒരു ചുവപ്പ് കളർ കിട്ടിയത്. മീൻസ് ഇതെന്താ? ചിക്കൻ വേവാനുള്ളതാ? നല്ല തീയുള്ളത് കൊണ്ട് ഇത് ഒന്ന് വേവണല്ലേ? ഇത് ദമ്മിട്ടിട്ടുണ്ടാക്കണ ബിരിയാണി അല്ലേ? ദം ബിരിയാണി അല്ലേ? കനലില്ലാത്തോണ്ട് പിന്നെ മുകളിലൊന്നും ഇടാൻ കഴിയും. എന്താ എത്തോ ഉണ്ടാക്കണ? ചിക്കൻ ബിരിയാണിയോ? കേടാ, നമ്മളെ ഹോം മെയ്ഡ് ഗരം മസാലയും അതിൻ്റെ ഇത് നമുക്ക് വേറെ ഉണ്ടാക്കാം. ഗരം മസാല നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് എത്രയായിട്ടുണ്ടാവുക? ഇത് അത് സ്പെഷ്യൽ ബിരിയാണി മസാലയാണ്. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഉണ്ടാവും. അതെ അതെ, ഇത് നമ്മുടെ സ്പെഷ്യലാണ്. അത് എത്രയായിട്ടത്? ഇത് 1 ടീസ്പൂൺ ഉണ്ടാവും. കുറച്ച് ചോറിക്ക് വിടും. കുറച്ച് ചോറ് വേവിക്കുന്ന സമയത്ത് അതിലിടും.
ഇതിപ്പോൾ ചിക്കൻ 5 കിലോ എടുത്തിട്ടുണ്ട്. പക്ഷേ 5 കിലോ ചിക്കന് 5 കിലോ അരി തന്നെയാണ് എടുക്കുക. നമ്മളിവിടെ ചിക്കൻ കൂടുതൽ വേണ്ടതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 5 കിലോ ചിക്കനാണ് എടുക്കുന്നത്. പക്ഷേ 3 കിലോ അരിയാണ് എടുക്കുന്നത്. 1 കിലോന്റെ 7 ആൾക്കാർക്ക് പോകും. 1 കിലോ അരി നമുക്ക് ഏകദേശം 7 ആള് കഴിക്കും. അതിൻ്റെ ടേസ്റ്റും ഉണ്ടോ? ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ കാണിച്ച് നമ്മുടെ ആ ഒരു എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെ വരും. അപ്പോൾ ചിക്കൻ ഫുള്ള് വെന്തോ? അടച്ചോളൂ. ചിക്കൻ വെന്തുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ ചോറിൻ്റെ ചെമ്പ് ഇറക്കാൻ പോവാണ്. ഇവിടെ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഈ വെള്ളത്തിലേക്ക് ഇനി അത് അല്ലേ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ആഡ് ചെയ്യും. ഇത് അളന്ന് വെച്ചിരിക്കുകയാണ്. 3 കിലോ ചോറിലേക്കുള്ള അരിയിലേക്കുള്ള വെള്ളം അളന്ന് കറക്റ്റാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനെ നമ്മുടെ ബിരിയാണി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ബിരിയാണി സ്പൈസസ് ചോറ് വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ചോറ് വെക്കാൻ സ്മെല്ല് കമ്മിയുണ്ടോ? ബിരിയാണിയിൽ സ്മെല്ല് കമ്മിയുണ്ടോ? ഇതെന്താ ഡാൽഡയാ? ശരിക്കും 1 കിലോ നെയ്യ്, ഒരു ഇത് 50 നെയ്യ്, 100 ഡാൽഡയാണ് പഴയ കണക്ക്. ചോറിന് മാത്രം 1 കിലോ അരിക്ക് പിന്നെ 100 ഡാൽഡ 50 ഗ്രാം നെയ്യോ? 150 ഫുൾ കണക്ക്. ഇപ്പോഴും അതേപോലെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പൊക്കെ മാറ്റം വന്നു. ഇപ്പൊ ഓയിലായി, സൺഫ്ലവർ ആയി, ഒക്കെ ഓരോന്നും ഒരിക്കലും തുടങ്ങി. നമ്മളിപ്പോ ഡാൽഡയിലാണ് ഉണ്ടാക്കുന്നത്. ഡാൽഡയും നെയ്യും പഴയ ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ട് കത്തിച്ചുണ്ട്. അതാണോ? നേരത്തെ അതാ കിടക്കണ ഉണങ്ങിയല, അതിൽ ഉണങ്ങിയലട്ടില്ലേ? അതാണ് ബേ ലീഫ്. ഈ ഇലക്ക് എന്തൊരു മണാലേ. അപ്പൊ ഇത് വേണ്ടേ? എസൻസ് വേണ്ടേ? 3 കിലോ അരി തട്ടിയിരിക്കുന്നു. എന്താ അതിൻ്റെ സ്മെല്ല് ഭയങ്കര കേട്ടോ. ഇത് ഏതാ അരി എടുത്തത്? ആവി ഉണ്ടാവൂലേ?
നമ്മുടെ ചിക്കനും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനിതാ ഈ ചിക്കൻ്റെ മേലെ ദമ്മിടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ 2 വാഴയില വെച്ചിട്ട് വാഴയിലേക്ക് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആ സ്റ്റൈലിൽ ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടോളൂ. നമ്മുടെ ബിരിയാണീൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ട് വെച്ചിട്ട് നമുക്ക് ആവി കയറ്റാം. കനലൊന്നും ഇല്ലാത്തത് കാരണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അടപ്പിൻ്റെ മേലേക്ക് നേരെ കനൽ കോരിയിട്ടാൽ മതി. അപ്പോൾ ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ. 10 മിനിറ്റ് വെച്ച് തീ ഓഫാക്കിയതിന് ശേഷം 1 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കട്ടെ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത്. ചിക്കൻ ഇല്ലാത്ത ബിരിയാണിയാ അതാ. എടാ ചിക്കൻ ഇല്ലടാ, ചിക്കൻ ഇല്ലാത്ത ബിരിയാണി ഉണ്ടാക്കിയത്. ചിക്കൻ വേണ്ട പറഞ്ഞിട്ട് നിനക്ക് വേണ്ടേ? അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ, അവന് വേണ്ടെന്ന്. കണ്ടില്ലേ ഇപ്പൊ ഇത്ര ഇളക്കിയിട്ട് ഒരു ചിക്കൻ പോലും പുറത്തേക്ക് വന്നിട്ടില്ല.